റെഡ്മിയുടെ റെഡ്മി നോട്ട് 10 ലൈറ്റ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പേര് കേൾക്കുമ്പം റെഡ്മി നോട്ട് 10 സീരീസിൽ പുതിയൊരു ഫോൺ ലോഞ്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ചിലവരൊക്കെ എക്സൈറ്റഡ് ആവും. പക്ഷേ ഈ ഒരു ഫോണിൻ്റെ കാര്യത്തിൽ എക്സൈറ്റഡ് ആവേണ്ട കാര്യമായിട്ടുള്ള ഒരു കാര്യവും വരുന്നില്ല. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മി നോട്ട് 10 ലൈറ്റ് എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. ഇതിൽ അമോലെഡ് ഡിസ്പ്ലേ ഒന്നും കൊടുത്തിട്ടില്ല. IPS LCD പാനലാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ഇപ്പോൾ റെഡ്മി നോട്ട് 10 സീരീസിൽ റെഡ്മി നോട്ട് 10 എന്ന ഫോൺ വരുന്നുണ്ട്. ഇതേ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്, അതായത് 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ. അതിൽ അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ LCD പാനലാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. അതുപോലെ തന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇപ്പം LCD ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിൽ കൂടിയ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു ഫോണിൽ അത് വരുന്നില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതും ഇവിടെ വരുന്നില്ല. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 209 ഗ്രാമാണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 8.8 mm ആണ്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ ഗ്ലാസ് ബാക്ക് ബോഡി വരുന്നുണ്ട്. ഇപ്പം അധിക ഫോണുകളിലൊന്നും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കാണാൻ കഴിയാത്തൊരു ഫീച്ചറാണ് ഗ്ലാസ് ബാക്ക് ബോഡി എന്നുള്ള കാര്യം. അതിവിടെ വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ബാക്കിലും ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ P2A കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ 4 കളർ വേരിയൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഔറോറ ബ്ലൂ, ഷാമ്പെയിൻ ഗോൾഡ്, ഗ്ലേഷ്യർ വൈറ്റ്, അതുപോലെ തന്നെ ഇൻ്റർസ്റ്റെല്ലാർ ബ്ലാക്കും. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 720G എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് വലിയ തരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. തരക്കേടില്ലാത്ത നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടേണ്ടതാണ്. പിന്നെ ഈ ഫോണിൻ്റെ 3 വെർഷൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസ് വേരിയൻറ്റിൽ 4GB റാമും 64GB ഇൻറ്റേർണലുമാണ് വരുന്നത്. അതുപോലെ 4GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും പിന്നെ 6GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. UFS 2.1 സ്റ്റോറേജ് ടൈപ്പാണ് ഇതിൽ വരുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. മെമ്മറി 512GB വരെ എക്സ്പാൻഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ ഇതിൽ 5G ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. MIUI സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സ് വരുന്നുണ്ട്. 48 മെഗാപിക്സലിൻ്റെ f1.89 അപ്പർച്ചറിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. രണ്ടാമത് 8 മെഗാപിക്സലിൻ്റെ f2.2 അപ്പർച്ചറിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 119 ഡിഗ്രിയാണ്. മൂന്നാമത് 5 മെഗാപിക്സലിൻ്റെ f2.4 അപ്പർച്ചറിൽ വരുന്ന മാക്രോ ലെൻസും നാലാമത് 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പർച്ചറിൽ വരുന്ന ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 16 മെഗാപിക്സലിൻ്റെ f2.48 അപ്പർച്ചറിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഈ ഒരു ഫോണിൽ 5020 mAhൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റെഡ്മിയുടെ തന്നെ ഫോണുകളിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ Type-C ചാർജിങ് പോർട്ടുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇപ്പോൾ ഈ ഒരു സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും റെഡ്മി നോട്ട് 9 Pro എന്ന ഫോണിൽ വരുന്ന അതേ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് റെഡ്മി നോട്ട് 10 ലൈറ്റ് എന്ന ഫോണിലും വരുന്നത്. അതായത് റെഡ്മി നോട്ട് 9 Pro എന്ന ഫോണ് റെഡ്മി നോട്ട് 10 ലൈറ്റ് എന്ന പേരിട്ടിട്ട് പുതുതായിട്ട് ലോഞ്ച് ചെയ്തു എന്നേ ഉള്ളൂ. കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും ഇവിടെ വരുന്നില്ല. പിന്നെ വിലയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4GB റാം 64GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 13,999 രൂപയാണ്. അതുപോലെ തന്നെ 4GB റാം 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 15,999 രൂപയാണ്. 6GB റാം 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 16,999 രൂപയാണ്. വില നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 9 Pro എന്ന ഫോൺ വരുന്ന അതേ പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് റെഡ്മി നോട്ട് 10 ലൈറ്റ് എന്ന ഫോൺ വരുന്നത്. വിലയുടെ കാര്യത്തിലും ഒരു മാറ്റവും ഇവിടെ വരുത്തിയിട്ടില്ല. പിന്നെ ആമസോൺ വഴിയും അതുപോലെ തന്നെ mi.com വഴിയുമാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. SBIയുടെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1250 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ റെഡ്മി നോട്ട് 9 Pro എന്ന ഫോൺ റെഡ്മി നോട്ട് 10 ലൈറ്റ് എന്ന പേരിൽ ലോഞ്ച് ചെയ്തോടുള്ള പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റെഡ്മി നോട്ട് 9 Pro എന്ന ഫോൺ ലോഞ്ച് ചെയ്യുന്ന ടൈമിലുള്ള മാർക്കറ്റ് അല്ല ഇപ്പോഴുള്ള മാർക്കറ്റ്. ചേഞ്ച് ആയിട്ടുണ്ട്.
ഇപ്പം റെഡ്മി നോട്ട് 9 പ്രോ എന്ന ഫോൺ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് LCD ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിൽ ഫോണിൽ കൂടിയ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും അത് ഭയങ്കര വലിയൊരു കംപ്ലൈൻ്റ് ആയിട്ടൊന്നും പറയാറില്ലായിരുന്നു. പക്ഷേ ഇപ്പം മാർക്കറ്റ് മാറി. ഇപ്പം 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മിയുടെ റിയൽമിയുടെ ഒക്കെ ഫോണുകളിൽ LCD പാനലാണെന്നുണ്ടെങ്കിൽ അതിലെന്തായാലും കൂടിയ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇവിടെ ഈ ഒരു ഫോണിൽ ആ ഒരു ഫീച്ചർ മിസ്സിംഗ് ആയിപ്പോയി. അതുപോലെ തന്നെയാണ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടിൻ്റെ കാര്യവും. ആ ഒരു ടൈമിൽ 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇപ്പം മാർക്കറ്റ് മാറിയിട്ടുണ്ട്. ഇപ്പം 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമിയുടെയും അതുപോലെ തന്നെ റെഡ്മിയുടെ ഒക്കെ ഫോണുകളിൽ നമുക്ക് മിനിമം 30 വാട്ടിൻ്റെ അതുപോലെ തന്നെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ മാർക്കറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ റീബ്രാൻഡ് ചെയ്തിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഇനി ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇപ്പോഴുള്ള മാർക്കറ്റ് സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ടുള്ള ഒരു ഫോൺ അവർക്ക് ലോഞ്ച് ചെയ്യായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറൊരു ഫോണിൻ്റെ ആവശ്യമില്ല. കാരണം റെഡ്മി നോട്ട് 10 സീരീസിൽ തന്നെ റെഡ്മി നോട്ട് 10 എന്ന ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പുതിയൊരു ഫോണിൻ്റെ ആവശ്യമില്ലായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റെഡ്മി നോട്ട് 9 പ്രോ എന്ന ഫോൺ അവർക്ക് സെയിൽ ചെയ്യണം. അതിന് പുതിയൊരു പേരിട്ടിട്ട് അവർ പുതിയൊരു ഫോൺ ഇറക്കി എന്നേ ഉള്ളൂ. പിന്നെ ചിലവരൊക്കെ പേരിൽ റെഡ്മി നോട്ട് 10 എന്ന് കാണുമ്പം പുതിയ ഫോണാണ് എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഫോൺ എടുക്കാൻ ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ റെഡ്മി നോട്ട് 9 പ്രോ എന്ന ഫോണിൻ്റെ സെയിൽ കൂട്ടാൻ വേണ്ടിയിട്ട് വേറൊരു പേരിൽ അവർ ഈ ഫോൺ ലോഞ്ച് ചെയ്തു എന്നേ ഉള്ളൂ. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ അത്രയും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫോണായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും റെഡ്മി നോട്ട് 10 ലൈറ്റ് എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.